ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ബേസിക്കലി ഗോതമ്പ് ദോശ ആർക്കും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. പൊതുവേ കുറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമുണ്ടോ. പിന്നെ എൻ്റെ ഗോതമ്പ് ദോശ ഇച്ചിരി സ്പെഷ്യലാണ്, ഞാൻ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, സോ നമുക്കിന്ന് നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. സോ നമ്മളിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് ദോശ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് എടുത്താട്ടോ. നമ്മൾ യൂഷ്വലി ഹോം മെയ്ഡ് ഗോതമ്പ് പൊടിയാണ് മേടിക്കാറ്. ഇത് കണ്ടോ, വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണ് മേടിക്കാറ്. പക്ഷേ നമുക്ക് ആ സമയത്ത് അവൈലബിൾ അല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി മേടിക്കും. സോ നമുക്കിത് വെച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ്. സോ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് പൊടി അങ്ങോട്ട് ഇടുക. പിന്നെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മ അങ്ങോട്ട് ഇടും. ഗോതമ്പ് ദോശയല്ലേ, എങ്ങനെയായാലും തീർന്നു നോക്കോളും എന്നറിയാം, അതുകൊണ്ടാണ്. പിന്നെ പപ്പ ബേസിക്കലി ഗോതമ്പ് ദോശ കഴിക്കുന്ന ആളല്ല, സോ പപ്പയ്ക്ക് ഗോതമ്പ് ദോശ വേണ്ട. ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം, പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. സോ ലെറ്റ്സ് ആഡ് സം സോൾട്ട്. ഓക്കെ, സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. വെള്ളം ആഡ് ചെയ്തു. ഒരു കുഴിയൻ തവി എടുത്തിട്ടുണ്ട്, നമുക്കിതിൽ ലംസൊക്കെ ബ്രേക്ക് ചെയ്യണമല്ലോ. സോ അതിനായിട്ട് ഇപ്പോൾ ആ വെള്ളം സഫീഷ്യൻ്റ് അല്ലായിരുന്നു. സോ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുകയാണ്. ഞാനിതിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചിടാറുണ്ട് കേട്ടോ. പിന്നെ ചിലപ്പോൾ പാലുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ പാലൊഴിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കാറുണ്ട് ഞാനിതിൽ. കുറച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്ര പാൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു. അല്ലെങ്കിൽ പാലിൽ തന്നെയൊക്കെ ഞാനിത് കലക്കൂട്ടോ, പാലും മാത്രം വെച്ചിട്ടൊക്കെ കലക്കി കളഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഇത് ഭയങ്കര സോഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ചും കൂടി എന്തിടാം, പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടി തീരാറായി ആക്ച്വലി. അപ്പോൾ നമ്മുടെ മാവിലേക്ക് നമ്മൾ അതിട്ടു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ മുട്ട നമുക്ക് സ്റ്റോക്കില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മുട്ടയും കൂടി ഇട്ട് കൊടുത്തേനെ. മുട്ട നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്താക്കും, അങ്ങനെയാക്കും. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് എള്ള് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഇതൊക്കെ എൻ്റെ തന്നെ ഒരു കലാവിരുതാണ്. എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇതിലിടും, അതാണ് എൻ്റെ ഒരു ഇത്. സോ നമ്മൾ നന്നായിട്ട് എള്ള് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും സംഭവം ഹെൽത്തി ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊക്കെ ആഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. ജീരകം ഞാൻ അധികം ആഡ് ചെയ്യാറില്ല, ബിക്കോസ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് കേട്ടോ. സോ ആ ബാറ്റർ ഉണ്ടോ നമ്മുടെ. സോ ദിസ് ഇസ് ഹൗ ആർ ബാറ്റർ ലുക്സ് ലൈക്ക്. ഉപ്പുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്തോടെ. ഓക്കെ, ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി പൊടിയിട്ട് കൊടുക്കാം, കുറച്ചുകൂടി കട്ടിക്കിരിക്കട്ടെ എപ്പടി. അപ്പോൾ ഇത് മതി കേട്ടോ. ഇപ്പോൾ സെറ്റായിട്ടുണ്ട് നമ്മുടെ മാവും. നമ്മുടെ ദോശമാവും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസി. സോ ദിസ് ഇസ് ആർ കൺസിസ്റ്റൻസി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അതാണ് അതിൻ്റെ ടാസ്ക്. നന്നായിട്ട് ബ്ലെൻഡ് ആയില്ലെങ്കിൽ ലംസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദോശയ്ക്ക് എടുക്കുമ്പോഴത്തേനും ആ ലംസ് ഇങ്ങോട്ട് വരും, പിന്നെ അത് നമുക്ക് ഡിഫിക്കൽട്ടാവും. സോ നമ്മൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മുടെ ബാറ്റർ റെഡി. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ, സോ ഫാസ്റ്റ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് നമ്മൾ ലൈക്ക് പ്ലാനിങ് ഒന്നും ചെയ്യാത്ത ഡേയ്സിൽ നമ്മുടെ അതിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഞാൻ ഈസിലി മേക്ക് ഗോതമ്പ് ദോശ. ബട്ട് ദ തിങ് ഈസ് എല്ലാവരും കഴിക്കണം എന്നില്ല കേട്ടോ, ബിക്കോസ് എല്ലാവരുടെയും ഒരു ചോയ്സ് അല്ല ഗോതമ്പ് ദോശ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. അത് നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പപ്പ ഡോണ്ട് ഗോതമ്പ് ദോശ. ഐ ഡോണ്ട് നോ വൈ. കുഴപ്പമില്ല, പപ്പയ്ക്ക് നമ്മൾ കഞ്ഞി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നൊരു ഫാമിലിയാണ്, അതുകൊണ്ട് പിന്നെ നോ വറീസ്. സോ ആർ ബാറ്റർ ഇസ് റെഡി. നമുക്കിനി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ വലിയ ചട്ടി ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടോ, ഭയങ്കര വലിയ ചട്ടിയാണ്. വലിയ ദോശ ഇടാം, പക്ഷെ നമ്മൾ ചെറിയ ദോശ ഇടുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് ദോശ. ഇപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ചട്ടി ഒന്ന് ചൂടാവട്ടെ.
ഞങ്ങളുടെ പിള്ളേർ സെറ്റൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് കുറച്ച് ബോറിംഗ് ആണ് എൻ്റെ കുക്കിങ്ങൊക്കെ. അവന്മാരുണ്ടാണെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുമായിരുന്നു. അവരെയൊക്കെ നമ്മൾ അവരുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പാക്ക് ചെയ്തു കേട്ടോ. സോ അവരൊന്നുമില്ല. സോ കുറച്ച് ബോറിംഗ് ആണ് തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ. ഓക്കെ, സോ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ശറപറയുന്ന ദോശ ഒഴിച്ചുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ക്യാൻ ഇച്ചിരി കാലിയായിട്ടിരിക്കണം. സോ നമുക്കത് ഫില്ല് ചെയ്യാം കേട്ടോ, ബിക്കോസ് നമ്മൾ ഓയിൽ ഒഴിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ എന്തൊഴിക്കാം, ബാറ്റർ ഒഴിക്കാം. ഇനി ഇത് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് ഇതിൽ ഷുഗർ ആഡ് ചെയ്യാം. പക്ഷേ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യാത്തത്. സോ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തുന്നുള്ളൂ കേട്ടോ, ഞാൻ ഭയങ്കര പരത്തലൊന്നും ഞാൻ നടത്താറില്ല. സോ ജസ്റ്റ് ഒരു പരത്തി. ആൻഡ് നമ്മളെന്താണ് ഇതിലേക്ക് കുറച്ച് തുറക്കാൻ പറ്റുന്നില്ലല്ലോ, ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഓയിൽ ക്യാൻ ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മൾ വേണമെങ്കിൽ മൂടി വയ്ക്കാം, പക്ഷെ നമ്മൾ മൂടി വയ്ക്കുന്നില്ല. നമ്മൾ ആസ് ഇറ്റ് ഈസ് വിടുകയാണ് അതിൻ്റേതായ രീതിയിൽ വിടുകയാണ്. ഓക്കെ, സോ നമ്മുടെ ദോശേനെ ഫ്ലിപ്പ് ചെയ്യണം നമുക്ക്. ലെറ്റ്സ് ഫ്ലിപ്പ്. യെസ്, വി ഫ്ലിപ്പ് ആർ ദോശ. ഇങ്ങനെ മൊരിഞ്ഞിരിക്കണം കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. മൊരിയൻ ദോശയാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. ഐ ലവ് മൊരിഞ്ഞ ദോശ. അപ്പോൾ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മറച്ചൊക്കെ ഇടും കേട്ടോ, ബിക്കോസ് എനിക്ക് അതേ ഒരു ബ്രൗൺ കളറില്ലേ അതിരിക്കുന്നത് ഇഷ്ടമാണ്. സോ ഞാൻ ചിലപ്പോൾ മറച്ചൊക്കെ ഇട്ട് കളയും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ എനിക്കുണ്ട്. നന്നായിട്ട് മൊരിയട്ടെ. നമുക്ക് ഫ്ലെയിം ഇച്ചിരി കുറച്ച് വയ്ക്കാം. ആൻഡ് മീൻ വൈൽ കുറച്ച് എണ്ണ തഴുകി കൊടുക്കാം. ബേസിക്കലി നമ്മൾ എണ്ണ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഹെൽത്തി വഴിയാണല്ലോ നമ്മുടെ മെയിൻ. പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. സോ ആർ ദോശ ഇസ് റെഡി. അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം. സോ ദിസ് ഇസ് ആർ ദോശ. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങക്കൊത്തൊക്കെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ച് മറ്റേ കനത്തപ്പം സ്റ്റൈലായാലല്ലേ. എനിവേ, സോ ദിസ് ഇസ് ആർ ദോശ. നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. ഒരു ഡ്രോപ്പൊക്കെ ആയിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ബോട്ടിലിൻ്റെ ഒരു പ്രത്യേകത അതാണ്, നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ അതേ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ. പകുതി നോഹു കൊണ്ടുപോയി, ബാക്കി പകുതി ഞാനെടുത്തു. സോ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ചൂടുണ്ടോ ഒന്നാമത്, അതുകൊണ്ട് ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ പാൽ ഒഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, അതിൻ്റെ സോഫ്റ്റ്നെസ് വേറെ ഉണ്ട്. എനിവേ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ജീരകവും മറ്റ് സൂത്രങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഹെൽത്ത് വൈസ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. സോ നമ്മുടെ ദോശ കാലിയായി. ഫസ്റ്റ് ദോശ ഫിനിഷ്ഡ്. അപ്പം നമ്മുടെ അടുത്ത ഗോതമ്പ് ദോശ നമ്മൾ ചുട്ട് വെച്ച് കഴിച്ചു തുടങ്ങി. ബിക്കോസ് ഇതിന് ഇച്ചിരി തേങ്ങയും ഇതൊക്കെ ഉള്ളതുകൊണ്ടേ, പിന്നെ ഗോതമ്പിൻ്റെ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. കറിയൊന്നും വേണ്ട, അതാണ് മെയിൻ കാര്യം. എനിക്കൊരു കറിയില്ലാതെ കഴിക്കാൻ പറ്റില്ല. ഞാൻ യൂഷ്വലി ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ 2-3 കഴിക്കും, പിന്നെ ഞാൻ കഴിക്കാറൊന്നുമില്ല. കറിയൊന്നും കൂട്ടി കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്കിതിങ്ങനെ കഴിക്കാൻ തന്നെ ഇഷ്ടം. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ കഴിഞ്ഞിട്ടോ, ബാറ്റർ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ദോശയും കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ ഒരെണ്ണം കൂടി ഉള്ളൂ. കറക്റ്റ് ഇതേ ഒരെണ്ണം കൂടി ഉള്ളൂ, തീർന്നു. ബിക്കോസ് നമ്മൾ ചുട്ടപ്പോൾ തന്നെ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് തീർത്തു. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഇസ് ഇന്ന് പപ്പയും കഴിച്ചു 2 ഗോതമ്പ് ദോശ. എന്താണെന്നറിയില്ല, ആളിന്ന് തന്നേരെന്ന് പറഞ്ഞു, കഴിക്കുന്നുണ്ട്. എന്തായാലും അതാണ് നമ്മുടെ ഗോതമ്പ് ദോശ പ്രിപ്പറേഷൻ. സോ ഇത് ഇച്ചിരി താഴെ വയ്ക്കാനേ, കുറച്ച് എസ്തെറ്റിക്സ് വരാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഗോതമ്പ് ദോശ. അങ്ങനെ മൊരിഞ്ഞിരിക്കണം കേട്ടോ, അപ്പോഴത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കാം. പിന്നെ പാലൊഴിച്ചാൽ സോഫ്റ്റ്നെസ് കിട്ടും. സോ ഗോതമ്പ് ദോശ കഴിക്കാത്തവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ചിലപ്പോൾ കഴിച്ചേക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.